നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. ഷോളയാർ പഞ്ചായത്തിലെ അണക്കാട് ഊരിലെ ജഡയൻ വർഷമതി ദമ്പതികളുടെ 2 മാസം പ്രായമായ പെൺകുഞ്ഞാണ് മരിച്ചത്. ഇതോടെ ഈ വർഷം മരിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം 17ആയി. തലച്ചോറിന് പൂർണ്ണ വളർച്ചയെത്താത്തതിനെ തുടർന്നാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുകയായിരുന്ന അണക്കാട് ഊരിലെ ജഡയൻ വർഷമതി ദമ്പതികളുടെ 2 മാസം പ്രായമായ പെൺകുഞ്ഞ് ഇന്ന് രാവിലെ മരിച്ചത്. ഓഗസ്റ്റ് 17-ന് വീട്ടിൽ വെച്ചാണ് വർഷമതിയുടെ പ്രസവം നടന്നത്. ഗതാഗത സൗകര്യമില്ലാത്തതിനാൽ ആശുപത്രിയിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കുഞ്ഞിന് 920 ഗ്രാം മാത്രമേ തൂക്കം ഉണ്ടായിരുന്നുള്ളൂ. ഇതോടെ ഈ വർഷം മരിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം 17ആയി. തലച്ചോറിന് വളർച്ചയെത്താത്തതിനെ തുടർന്ന് ഈ വർഷം നിരവധി കുഞ്ഞുങ്ങളാണ് അട്ടപ്പാടിയിൽ മരിച്ചത്. എൻഡോസൾഫാൻ പോലെയുള്ള മാരക കീടനാശിനികളുടെ ഉപയോഗമാണ് ഇത്തരത്തിലുള്ള മരണത്തിന് കാരണമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ്. ഇതേ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം പഠനം ആരംഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, പാലക്കാട്. അട്ടപ്പാടിയിലെ കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ വിലയിരുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കും. അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾ വിലയിരുത്താൻ അഗളിയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് തീരുമാനം. പദ്ധതികളുടെ നടത്തിപ്പിന് IAS ഉദ്യോഗസ്ഥനെ നോഡൽ ഓഫീസറായി നിയമിക്കാനും ധാരണയായി. റിപ്പോർട്ടർ ഇമ്പാക്ട്. കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും ശിശുമരണങ്ങൾ തുടർക്കഥയാവുന്ന സാഹചര്യത്തിലാണ് മന്ത്രിമാരായ BS ശിവകുമാർ, MK മുനീർ, PK ജയലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിൽ അഗളിയിൽ അവലോകന യോഗം ചേർന്നത്. അട്ടപ്പാടിയിലെ പദ്ധതികൾ വിലയിരുത്തുന്നതിനായി ജനപ്രതിനിധികൾ അടങ്ങുന്ന കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കും. കമ്മിറ്റിയുടെ ഘടന അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. പദ്ധതികളുടെ നോഡൽ ഓഫീസറായി IAS ഉദ്യോഗസ്ഥനെ നിയമിക്കാനും ധാരണയായിട്ടുണ്ട്. കോർഡിനേഷൻ കമ്മിറ്റി ജനപ്രതിനിധികളുടെ ഒരു സമിതി ഉണ്ടാകണം എന്നുള്ളതാണ് പൊതുവായിട്ട് വന്നിട്ടുള്ള അഭിപ്രായം. അത് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ട് ക്യാബിനറ്റ് അക്കാര്യത്തെക്കുറിച്ച് തീരുമാനമുണ്ട്. അത് പോസിറ്റീവായിട്ടൊരു തീരുമാനമെടുക്കും. യോഗത്തിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കായി 2 കോടി രൂപ അധികം അനുവദിച്ചു. പാലക്കാട് ഡെപ്യൂട്ടി DMO ഡോക്ടർ പ്രഭുദാസിന് അട്ടപ്പാടിയുടെ പൂർണ്ണ ചുമതല നൽകി. ഡിസംബർ 5 മുതൽ എല്ലാ ഊരിലും കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കും. പോഷകാഹാരക്കുറവ് മൂലം കുഞ്ഞുങ്ങൾ മരിച്ച കുടുംബത്തിന് ധനസഹായം നൽകുന്നതും സൗജന്യ റേഷൻ അനുവദിക്കുന്നതും അടുത്ത മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് 44 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കുന്നുണ്ടെന്നും മന്ത്രിമാർ അറിയിച്ചു. മുൻപും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള ആർജവം സർക്കാർ കാണിക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, റിപ്പോർട്ടർ, പാലക്കാട്. അട്ടപ്പാടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മന്ത്രിതല സംഘം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതുവരെ സമരം തുടരുമെന്ന് MP രാജേഷ് MP. അവലോകന യോഗങ്ങൾ മുൻപും നടന്നിട്ടുണ്ടെന്നും എന്നാൽ അവ ഒന്നും നടപ്പിലായിട്ടില്ലെന്നും MP രാജേഷ് വ്യക്തമാക്കി. അട്ടപ്പാടിയിലെ ശിശുമരണം സംബന്ധിച്ച് അന്വേഷണം നടത്താൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കമ്മീഷൻ അംഗം S നടരാജൻ തൃശൂരിൽ നടന്ന സിറ്റിംഗിലാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടത്. DIG ശ്രീജിത്തിനാണ് അന്വേഷണ ചുമതല. 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. അട്ടപ്പാടിയിലെ ശിശുമരണം സംബന്ധിച്ച് സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് നടരാജൻ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ MP രാജേഷിനെ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇപ്പോൾ MLA N ഷംസുദ്ദീൻ, ഒപ്പം ആദിവാസി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശ്രീ ധന്യയും തത്സമയം പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ശ്രീ ഷംസുദ്ദീൻ, 2 കോടി രൂപ സഹായധനമായി അല്ലെങ്കിൽ അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ കോർഡിനേഷൻ കമ്മിറ്റിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രത്യേക ഓഫീസർമാരെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാലാകാലങ്ങളായി തുടരുന്ന അവഗണനയും അതിൻ്റെ ദുരന്ത ഫലവുമാണ് അട്ടപ്പാടിയിൽ കാണുന്നത്. ഇപ്പോൾ ഈ പ്രഖ്യാപിച്ച 2 കോടിയും കുറേ ഓഫീസർമാരും ചേർന്നാൽ പ്രശ്നങ്ങൾ ആത്യന്തികമായി പരിഹരിക്കപ്പെടുമെന്ന വിശ്വാസം ആത്മാർത്ഥമായി താങ്കൾക്കുണ്ടോ? അല്ല, അങ്ങനെ അല്ല നമ്മളിതിനെ കാണേണ്ടത്. അട്ടപ്പാടിയിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങളുടെ അവലോകനമാണെന്ന് നടന്നത്. അപ്പൊ ആ പ്രവർത്തനങ്ങളിൽ കുറെ പോരായ്മകൾ ഉണ്ട്. അത് ഞങ്ങളും അംഗീകരിക്കുന്നു. ഒരു വലിയ ഭൂപ്രദേശത്ത് ഒരു സിസ്റ്റം നമ്മൾ നടപ്പാക്കി വരുമ്പോൾ അതിനുണ്ടാകുന്ന കുറെ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും അനാസ്ഥ കാണിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പൊ അത് വിലയിരുത്തി, അതുപോലെ തന്നെ ചില സർക്കാർ സംവിധാനങ്ങളുടെ ഏകോപനത്തിന്റെ കുറവുണ്ടായിട്ടുണ്ട്. ചില പറഞ്ഞ കാര്യങ്ങൾ കിട്ടാത്തതുണ്ട്. അതൊക്കെ പരിഹരിക്കുന്നതിനുള്ള തീരുമാനങ്ങളാണ് ഇന്നെടുത്തത്. അതേപോലെ കുറെ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ രണ്ടും കാണണം. ഈ കഴിഞ്ഞ 2013 ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് വലിയ ചർച്ചയായി വന്നു. അതേ തുടർന്നാണ് കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ അട്ടപ്പാടിയിൽ വന്നത്. അതിന് ഒരുപാട് പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ഇന്നിപ്പോ സാമൂഹ്യ അടുക്കള മുടങ്ങി എന്ന് പറയുമ്പോൾ സാമൂഹ്യ അടുക്കള എന്നുള്ളൊരു ആശയം ഇന്ത്യ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അട്ടപ്പാടിയിലാണ്. 1 വർഷം അത് കുഴപ്പമില്ലാതെ നടന്നു. പിന്നെ അതിന്റെ സാധനങ്ങളുടെ ലഭ്യത, അത് പാകം ചെയ്യുന്നതിലുണ്ടായ പ്രശ്നങ്ങൾ, 2 ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുണ്ടായ വിഷയങ്ങൾ മുടങ്ങി എന്നുള്ള യാഥാർത്ഥ്യമാണ്. മുഴുവൻ സ്ഥലത്ത് മുടങ്ങിയിട്ടില്ല. ഒരു 186-ൽ 100, 101 ഒഴിച്ച് ബാക്കി തടസ്സപ്പെട്ടു. അപ്പൊ ആ തടസ്സപ്പെട്ടത് പുനരാരംഭിക്കാനുള്ള വഴികൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. അതുപോലെ തന്നെ ആശുപത്രികളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചില ഫണ്ടിന്റെ ഫ്ലോ ഉണ്ട്, ചില കാര്യങ്ങളിൽ പൈസ ഇല്ലാത്തതുണ്ടായിരുന്നു. അപ്പൊ അതിനാണെന്ന് 2 കോടി അനുവദിച്ചുകൊണ്ട് അത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. ഞാൻ പറയാം താങ്കൾ MP രാജേഷ് MP ടെലിഫോണിൽ. MP രാജേഷ്, ഇത്രയൊക്കെ സർക്കാർ ഇന്ന് ചെയ്തിട്ടും താങ്കൾ എന്തിനാണ് വീണ്ടും സമരം തുടരുന്നത്? ഇവിടെ നമ്മൾ വെറുതെ
പൊതുവിൽ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമുക്ക് അക്കമിട്ട് ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ തവണ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ച പാക്കേജുകളുടെ സ്ഥിതി ഏതെല്ലാം നടപ്പായി, ഭാഗികമായി നടപ്പായത് ഏതെല്ലാം നടപ്പായിട്ടില്ല എന്ന് നമുക്ക് നോക്കാം. ആദ്യം നടപ്പാവാത്തത് ഞാൻ പറയാം. ഇവിടെ ഗവൺമെന്റിന്റെ സംസ്ഥാന ആരോഗ്യ പാക്കേജിൽ പ്രഖ്യാപിച്ചിരുന്ന കാര്യമാണ് ബ്ലഡ് ബാങ്ക്, നടപ്പായിട്ടില്ല. സബ് സെന്ററുകളുടെ നവീകരണം, ഇനിയും ഏതാണ്ട് 9 എണ്ണത്തിന്റെ നവീകരണം തീർത്തും നടപ്പാവാത്തതാണ്. കുറച്ചെണ്ണത്തിന്റെ ഭാഗികമായിട്ട് മാത്രം നടപ്പായിട്ടുണ്ട്. ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്റർ ആരംഭിക്കുന്നു പറഞ്ഞു. കോട്ടത്തറയിൽ ആരംഭിച്ചിട്ടില്ല, മറ്റ് 3 എണ്ണം ആരംഭിച്ചിട്ടില്ല, ഞാൻ അംഗീകരിക്കുന്നു. കോട്ടത്തറയിൽ ഇത് ആരംഭിച്ചിട്ടില്ല. ലഹരി മുക്ത കേന്ദ്രം തുടങ്ങും എന്ന് പാക്കേജിലുണ്ടായിരുന്നു, ആരംഭിച്ചിട്ടില്ല. ഗൈനക്കോളജിസ്റ്റിനെ നിയമിക്കുന്നുണ്ടായിരുന്നു, നിയമിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ മാസങ്ങളായിട്ട് ശമ്പളം കിട്ടുന്നില്ല. ഒരാളെ മാത്രമാണ് നിയമിച്ചിട്ടുള്ളത്. ശമ്പളം കിട്ടാത്തതുകൊണ്ട് ഗൈനക്കോളജിസ്റ്റ് സ്ഥലം വിട്ടു പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ്. മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്നും മെഡിക്കൽ ക്യാമ്പിലെത്തുന്ന ആദിവാസികൾക്ക് ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ഭക്ഷണം കൊടുക്കൽ നടന്നിട്ടില്ല. അംഗൻവാടി ആശാ വർക്കർമാർക്ക് ഇൻസെന്റീവ് നടപ്പാക്കും എന്നത് പാക്കേജിലുണ്ടായിരുന്നതാണ്. ഇൻസെന്റീവ് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതുപോലെ കാർഷിക പാക്കേജ് 7.84 കോടി രൂപയുടെ കാർഷിക പാക്കേജ് നടപ്പായിട്ടില്ല. സാമൂഹ്യനീതി വകുപ്പ് പാക്കേജിന്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യമാണ്. കൗമാരക്കാർക്ക് 25 ലക്ഷം രൂപ ചെലവിൽ മെഡിക്കൽ അംഗൻവാടി നടപ്പായിട്ടില്ല. അംഗൻവാടി കെട്ടിടം പുതുക്കി പണിയൽ നടപ്പായിട്ടില്ല. വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ നടപ്പായിട്ടില്ല. പട്ടികവർഗക്ഷേമ വകുപ്പിന്റെ പാക്കേജിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് ജനനി ജന്മരക്ഷാ പദ്ധതി, അത് നിലച്ചു. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി എണ്ണി പറയാൻ എം പി രാജേഷിന് കഴിയുന്നുണ്ട്. ശ്രീ ഷംസുദ്ദീൻ, ഇക്കാര്യത്തിൽ വളരെ പ്രകടമായ അവിടെ ചെയ്യേണ്ടുന്ന പ്രാഥമികമായ കാര്യങ്ങൾ, അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ആദ്യം നടത്തേണ്ട പരിഹാരമാർഗം എന്താണോ അവയൊക്കെയാണ് മുടങ്ങിപ്പോയത്. ചില കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് താങ്കൾ പറയുമ്പോഴും കഴിഞ്ഞ 1.5 ആഴ്ചയിലേറെയായി ഞങ്ങളുടെ ഒരു റിപ്പോർട്ടർ അവിടുത്തെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി മാത്രം മെനക്കെടുകയാണ്. അവിടെ വളരെ പ്രകടമായി കാണാൻ കഴിയും അവിടെ ആളുകളോട് കാണിക്കുന്ന അവഗണന. അപ്പോൾ വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന, പ്രാഥമികമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ വൈമുഖ്യം കാട്ടുകയോ വേണ്ടത്ര ഉത്തരവാദിത്വം കാണിക്കുകയോ സർക്കാർ ചെയ്തിട്ടില്ല. അത് ചെറിയ ചില പിഴവുകളെന്ന പേരിൽ ലഘൂകരിച്ച് കാട്ടുക മഹാക്രൂരതയായി പോകും. അല്ല, അങ്ങനെ ലഘൂകരിക്കേണ്ട കാര്യം ഇതിലില്ല. ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ കാലത്തില്ലാത്ത ഈ സംവിധാനത്തിന് ശേഷം അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം 300 ജീവനക്കാരെ അട്ടപ്പാടിയിൽ പുതുതായി നിയമിച്ചു. ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ഒരു ഗവൺമെന്റ് 300 ജീവനക്കാർക്ക് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നിയമിച്ചു. ഈ ആദിവാസി സമൂഹത്തിന്റെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ സാമൂഹിക അടുക്കളകൾ ആരംഭിച്ചത്. പിന്നെ ഇവിടെ രാജേഷ് പറഞ്ഞു 25 സബ് സെന്ററുകൾ കഴിഞ്ഞ ഭരണകാലത്ത് പൂട്ടിക്കിടന്ന സബ് സെന്ററുകളാണ്. ആ സബ് സെന്ററുകളിൽ 15 എണ്ണത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചു. 9 എണ്ണം നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. 3 എണ്ണത്തിന്റെ പണി ആരംഭിച്ചിട്ടില്ല, അവിടുത്തെ ചില പ്രയാസങ്ങൾ കാരണം. ഇങ്ങനെ ഓരോ കാര്യത്തിലും വളരെ കൃത്യമായ പുരോഗതി വിഷയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പുതിയ അത്തരം പുരോഗതിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണെന്ന് കൂടി പരിശോധിക്കണ്ടേ ശ്രീ ഷംസുദ്ദീൻ? കഴിഞ്ഞ 2013 40 ഗർഭസ്ഥ ശിശുക്കൾ അവിടെ മരിച്ചുവെന്നാണ്. 400 കോടി രൂപ അന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇത്തവണയും ഗർഭസ്ഥ ശിശുക്കളുടെ അല്ലെങ്കിൽ ചെറിയ നവജാത ശിശുക്കളുടെ മരണത്തിലുള്ള കുറവ് അത് പരിഹരിക്കാൻ, വളരെ പ്രധാനമായ അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിടത്ത് ഈ വീഴ്ചകളൊക്കെ പ്രകടമാകുന്നില്ലേ? അല്ല, അവിടെ നിങ്ങൾ കാണേണ്ടതുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ ശിശുമരണങ്ങളുടെ അളവ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കുട്ടി പോലും മരിക്കാത്ത ഒരു സീറോ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തണമെന്ന് തന്നെയാണ് ഗവൺമെന്റും ഉദ്യോഗസ്ഥരും ഒക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങോട്ടുള്ള യാത്രയിലാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഗണ്യമായ കുറവുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ ശിശുമരണം ഉണ്ടായിരുന്നത് പ്രസവിച്ച് പുറത്തു വന്ന കുട്ടികൾ 2-3 വയസ്സിനുള്ളിലായിട്ട് മരണപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞു. എന്താണ് കാരണം? പഴയ കാലത്തില്ലാത്ത 3 ന്യൂട്രീഷൻ റീഹാബിലിറ്റേഷൻ സെന്റർ. ഒരു കുട്ടി പിറന്നു വീണാൽ അതിന്റെ മാസത്തിനനുസരിച്ച തൂക്കം അതിനില്ലെങ്കിൽ അതിനെ പ്രവേശിപ്പിക്കുകയാണ്. അതിന്റെ അമ്മക്കും അവിടെ അഡ്മിഷൻ കൊടുക്കുകയാണ്. കൃത്യമായ പോഷണം വളരെ റെഗുലറായി കണക്ക് വെച്ച് സയന്റിഫിക് ആയിട്ട് കൊടുത്ത് ആ കുട്ടിന്റെ പ്രായത്തിനനുസരിച്ച തൂക്കം എത്തിയാൽ ആ കുട്ടിയെ പുറത്തു വിടുന്നുള്ളൂ. അങ്ങനെ 3 NRCകൾ, ഇത് മുമ്പുണ്ടായിരുന്നല്ല, 3 NRCകൾ ഇന്ന് അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്നു. അതിൽ ഇതിനകം 300-ൽ പരം കുട്ടികൾ അതിന്റെ ട്രീറ്റ്മെന്റ് ലഭിച്ചവരായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ സംഗതികൾ നടക്കുന്നുണ്ട്. പിന്നെ വലിയൊരു ഏരിയയിൽ ഇത് പ്രാവർത്തികമാക്കുമ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ ചില വീഴ്ചകൾ ഉണ്ടാവുന്നു, ചില ഫണ്ടിന്റെ ഫ്ലോ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ തന്നെയോ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാനാണല്ലോ ഇന്നത്തെ മീറ്റിംഗിൽ ആദ്യം ആമുഖ പ്രസംഗം നടത്തിയത് ഞാനാണ്.
ശ്രീ രാജേഷ്, ഇക്കാര്യത്തിൽ ഇതൊരു 2 വർഷം കൊണ്ട് ഒരു സർക്കാരിന് അങ്ങനെ പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല. അതൊരു വലിയ ഭൂപ്രദേശം, അവിടുത്തെ ചില അവരുടെ ജീവിതശൈലികൾ പഠിക്കുകയും അതിനനുസരിച്ച് പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഒപ്പം നമ്മുടെ സംവിധാനങ്ങൾക്കുള്ള വീഴ്ചയെ മറികടക്കുകയും ഒക്കെ വേണം. കാലാകാലങ്ങളായി ഇടപെടേണ്ടുന്ന വിഷയമായിരുന്നു. അക്കാര്യത്തിൽ മുൻ സർക്കാരുകൾക്കും വീഴ്ച പറ്റിയിട്ടുണ്ടാവാം. അപ്പം ക്രമാനുഗതമായ വളർച്ച ഇക്കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടായത്രയും നവജാത ശിശുക്കളുടെയോ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുക്കളുടെയോ മരണം ഇത്തവണ ഉണ്ടാവുന്നില്ല എന്ന കണക്ക് ചൂണ്ടിക്കെട്ടുകയാണ്. ഇത് ക്രമാനുഗതമായി അത് വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നുണ്ട് എന്ന വാദം ഷംസുദ്ദീൻ മുന്നോട്ട് വയ്ക്കുക. കഴിഞ്ഞ തവണ 63 നവജാത ശിശുക്കളാണ് മരിച്ചത് 2012-13. അതിനുശേഷം ഇപ്പോ 14 മാത്രം 20 നവജാത ശിശുക്കൾ മരിച്ചു. അത് അത്ര നിസ്സാരമായിട്ടാണോ അദ്ദേഹത്തിന് തോന്നുന്നത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. 20 നവജാത ശിശുക്കൾ മരിച്ചത് ഇന്ന് വീണ്ടും മരണം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അതിനർത്ഥം എന്താ, നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് അത്ര ലഘൂകരിച്ച് കാണാവുന്ന, ലളിതവൽക്കരിക്കാവുന്ന ഒരു പ്രശ്നമാണോ? 20 നവജാത ശിശുക്കൾ ഈ പാക്കേജ് എല്ലാം പ്രഖ്യാപിച്ച ശേഷവും ഇവിടെ മരിച്ചു എന്നുള്ളതൊരു വസ്തുത, നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്. എന്ത് കണക്ക് പറഞ്ഞുകൊണ്ടും എന്ത് പ്രസംഗം നടത്തിയതുകൊണ്ടും നമുക്ക് മറച്ചു വെക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമല്ല അത്. 1. 2, ഇത് കാലാകാലങ്ങളായിട്ട് തുടരുന്നതാണ് എന്ന വാദം തെറ്റാണ്. കേരളത്തിൽ ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? 2013 മുമ്പ് ഇങ്ങനെ ഒരു സാഹചര്യം അട്ടപ്പാടിയിൽ ഉണ്ടായിട്ടില്ലല്ലോ. ശിശുമരണത്തിന്റെ സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാരാണല്ലോ. എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? 2013 മുതലാണ് ഇത് ഇത്ര രൂക്ഷമായിട്ട് വന്നത്. അതിന്റെ കാരണം എന്താണെന്ന് അന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ICDS, അതുപോലെ തന്നെ പൊതുവിതരണ സമ്പ്രദായത്തിലെ കുറവ്, പൊതുജനാരോഗ്യ സംവിധാനത്തിൽ നിന്നുള്ള പിന്നാക്കം പോക്ക്, ഇതിന്റെ എല്ലാം ദുരന്തം എന്ന നിലയിലാണ് 2013 മുതൽ കൂട്ട ശിശുമരണം അട്ടപ്പാടിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോ അതിനുശേഷം ഗവൺമെന്റ് പാക്കേജ് പ്രഖ്യാപിച്ചു. ആ പാക്കേജ് പ്രഖ്യാപിച്ചതിൽ 100% കാര്യങ്ങൾ നടപ്പായില്ല എന്നുള്ളതല്ല വിമർശനം. ആ പാക്കേജ് പ്രഖ്യാപിച്ചതിൽ 90% നടപ്പായിട്ടില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ 90% നടപ്പാക്കി 10% ബാക്കി വന്നെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. 2 കൊല്ലം കൊണ്ട് ഇത്രയേ കഴിഞ്ഞുള്ളൂ എന്ന് പറയാം. പക്ഷെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറയാൻ 1-2 കാര്യങ്ങൾ ഒരു പക്ഷേ ഉണ്ടാവും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ വരാം താങ്കളിലേക്ക്. ധന്യരാമൻ ഈ വിഷയത്തിൽ ആദിവാസി മേഖലയിലെ വിഷയങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. ശ്രീമതി ധന്യ, ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ വലിയ തോതിലുള്ള പണച്ചെലവ് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രഖ്യാപിക്കുന്ന വലിയ പരിപാടികൾ, ഇവയൊക്കെ യഥാർത്ഥത്തിൽ ആദിവാസികളിലേക്ക് എത്തിപ്പെടാതെ പോകുന്നതിൻ്റെ കാരണം എന്താണ്? യഥാർത്ഥത്തിലുള്ള ആദിവാസികളുടെ പ്രശ്നം പഠിച്ചല്ല പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് എന്നതുകൊണ്ടാണോ, അതോ അത് മുഴുവൻ വഴിയിൽ ആളുകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു എന്നതുകൊണ്ടാണോ? രണ്ടും നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെ അവിടെ ഒരുപാട് മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. എല്ലാ മാസവും 7-ാം തീയതി അവിടെ കോർഡിനേഷൻ നടക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. ഇതിനകത്ത് ആദിവാസികളുടെ ആവശ്യം എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, എന്താണ് അവരുടെ റിക്വയർമെൻറ്റ്സ്, ഇത് ഇന്ന് വരെ ആദിവാസികളുമായിട്ട് ആരും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അവരോട് ചോദിച്ചിട്ട് അവരുടെ ആവശ്യമില്ലേ നടപ്പിലാക്കേണ്ടത്? അത് എവിടെയോ ഇരുന്ന് കുറച്ച് ഉദ്യോഗസ്ഥർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണോ ആദിവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കേണ്ടത്? പ്രത്യേക ജീവിത സാഹചര്യത്തിൽ അവർ ഏറ്റവും നന്നായി കൃഷി ജീവിച്ചുകൊണ്ടിരുന്നവരായിരുന്നു. അന്നൊന്നും അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അന്ന് 30% അനാദിവാസികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 70% അനാദിവാസികളും 30% ആദിവാസികളുമായിട്ട് വളർന്നു. അപ്പോൾ ഇവരുടെ ഭൂമി മുഴുവൻ നഷ്ടപ്പെട്ടു. അതോടനുബന്ധിച്ച് ആ ഭൂമി തിരിച്ചു പിടിക്കാതിരിക്കുകയും ഈ കൃഷി ചെയ്യാതെ വരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ഒരു അതിൻ്റെ റിസൾട്ടാണ് ഈ പോഷകാഹാരക്കുറവും ആഹാരം കഴിക്കാനില്ലാത്ത അവസ്ഥയും ഈ കുഞ്ഞുങ്ങളുടെ മരണവും. മാത്രമല്ല ഇത് ഈ അട്ടപ്പാടിയിൽ വിവിധ വകുപ്പുകളുടെ കാര്യ നല്ലോണം ഉണ്ട്. ഇത്രയും 83 കുഞ്ഞുങ്ങൾ 2012 ജനുവരി 1-നാണ് ഏറ്റവും ആദ്യത്തെ കുട്ടി മരിക്കുന്നത്. ജനുവരി തന്നെ ഏകദേശം 12 കുഞ്ഞുങ്ങൾ മരിച്ചിട്ടായി. എന്നിട്ടും ഇന്ന് 2014 നവംബർ ആയിട്ടും 84ാമത്തെ കുട്ടി ഇന്ന് മരിച്ചിട്ടും ഇങ്ങനെ പോയാൽ മതിയോ? എന്തുകൊണ്ടാണ് അട്ടപ്പാടിയിൽ ഇവർക്ക് കാര്യങ്ങൾ വേണ്ടുന്ന രീതിയിൽ നടത്താൻ പറ്റാത്തത്? ഇതിനെ പറ്റിയിട്ടൊന്നും ആരും ക്രിയാത്മകമായി സമീപിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ MP രാജേഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ 90% പദ്ധതികളും നടപ്പിലായിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ ഇടപെടലുകൾ വിമർശന വിധേയമാകുന്നത് എന്നതാണ്. 80ാമത്തെ കുട്ടി മരിച്ചിട്ടും എന്തുകൊണ്ട് ഇത്ര വലിയ ക്രൂരത? ഇതൊരു വംശനാശത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിനെയാണ് നിസ്സംഗതയോടെ കാണുന്നത്. അവിടെ കാര്യക്ഷമമായി ഇടപെടാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അവിടെ രാഷ്ട്രീയക്കാർ ബിനാമി പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അത് കണ്ടെത്തി നടപടിയെടുത്താൻ അവിടുത്തെ പ്രോജക്റ്റ് ഓഫീസറെ സ്ഥലം മാറ്റാൻ കാണിച്ച വ്യഗ്രത
ഈ വിഷയത്തിൽ സമീപിക്കുമ്പോൾ മനുഷ്യത്വപരമായ സമീപനം, ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം നടരാജൻ പറയുന്നത് അങ്ങേയറ്റത്തെ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു അവിടെ എന്നാണ്. അപ്പോൾ ഒരു വർഷം കൊണ്ട് സർക്കാരിന് കാര്യങ്ങൾ മനസ്സിലാവുകയും ആ വിഷയത്തിൽ ഇടപെടുകയും വേണം. സർക്കാരിന് ഏതെങ്കിലും വിഷയം മനസ്സിലാവാത്തതല്ല. ഈ പ്രകടമായ അനാസ്ഥകൾ അവിടെ ഉണ്ട് എന്നതിരിക്കെ ഇത് സർക്കാരിൻ്റെ കുറ്റമെന്നല്ലാതെ മറ്റെന്താണ് ഇതിന് പറയുക? ഹലോ, എന്നോടാണോ? അതെ, ഷംസുദ്ദീൻ. അല്ല, നിങ്ങൾ ഈ പറയുമ്പോൾ ഇപ്പം രാജേഷ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ചില വിയോജിപ്പുകൾ എനിക്ക് പറയാനുണ്ട്. വളരെ കൃത്യമായ കണക്കുകൾ ഈ ശിശു മരണങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും ഉണ്ടായിട്ടുള്ള ശിശുമരണത്തിന്റെ കണക്ക് 2006 മുതൽ 15, 20, 25 എന്ന രീതിയിൽ വളരെ കൃത്യമായി അതിന്റെ കണക്കുകൾ ഉണ്ട്. ഞാൻ അതിന്റെ കണക്കെടുത്ത് പറയാനല്ല പറയുന്നത്. 2013 ഒറ്റയടിക്ക് ഈ 2011 വരെ ഈ സംസ്ഥാനത്ത് വേറെ ഗവൺമെന്റ് ആണല്ലോ. 2013 ഒറ്റയടിക്ക് ശിശുമരണങ്ങൾ സംഭവിക്കുകയല്ല. അപ്പൊ ഇതൊരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ക്രമേണ ആദിവാസി സമൂഹത്തിൽ ഉണ്ടായതാണ്. നമ്മൾ അതിനെ ആ രീതിയിലാണ് കാണേണ്ടത്. അത് ആരെങ്കിലും ഉണ്ടാക്കി എന്നുള്ളതല്ല. പിന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ച് അവർക്ക് ഭൂമി നഷ്ടപ്പെട്ടതാണ് പ്രശ്നം. ഈ ഗവൺമെന്റ് വന്നിട്ട് ഒരു ആദിവാസിയുടെ ഭൂമിയും നഷ്ടപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഈ ഭൂമി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് വളരെ കാലങ്ങളായിട്ട് സംഭവിച്ചിട്ടുള്ള സംഗതിയാണ്. അതിൽ ചെറിയ പണം കൊടുത്ത് ആദിവാസിന്റെ അടുത്ത് ഭൂമി വാങ്ങിയ കേസ് ഉണ്ടാകാം. അതുപോലെ തന്നെ അതിനുശേഷം 1986 ഈ ഭൂമി അന്യാധീനപ്പെടുത്തുന്നതിനെതിരായി കേന്ദ്ര നിയമം പാസാക്കിയിട്ടുണ്ട്. ഭൂമി അങ്ങനെ കൊടുത്താൽ പോലും അതിന് നിയമപരമായി നിലനിൽപ്പില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടികൾ കുറെ കണക്കുകൾ പറഞ്ഞ് ഇതിന് നമ്മൾ പിന്നെ വല്ലാതെ, ഞാൻ പറയുന്നത് ഒരു കുട്ടിയുടെ മരണം പോലും നമുക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അത് പിന്നെ സംസ്ഥാന തലത്തിലുള്ള ആവറേജിലേക്കെങ്കിലും ഏറ്റവും പെട്ടെന്ന് എത്തിക്കേണ്ടതുണ്ട്. ഇപ്പൊ സംസ്ഥാന തലത്തിൽ ശിശുമരണത്തിന് ഒരു ആവറേജ് ഉണ്ട്. നമ്മൾ പിന്നെ ഏറ്റവും പ്രബുദ്ധമായ കേരളത്തിൽ 1000 പ്രസവങ്ങൾ നടന്നാൽ 12 മരണം നടക്കുന്നു എന്നാണ് കണക്ക്. അട്ടപ്പാടിയിൽ ഇന്ന് യോഗത്തിൽ അവർ പറഞ്ഞ കണക്ക് 18 ആണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ അതല്ല, കുറച്ചും കൂടി കൂടാം. 20, 22 വരെ ഉണ്ടാകാം ശരിക്കും കണക്ക് പരിശോധിച്ചാൽ. 1000 പ്രസവങ്ങൾ നടക്കുമ്പോൾ 22. അപ്പൊ സംസ്ഥാന ആവറേജിനോടൊപ്പമെങ്കിലും പിന്നെ എത്തിച്ച് അവിടുന്ന് പിറകോട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഈശ്വരി രേശൻ ആദിവാസി മഹാസഭയുടെ ജനറൽ സെക്രട്ടറിയാണ്, CPI നേതാവ് കൂടി. ശ്രീമതി ഈശ്വരി, ഇക്കാര്യത്തിൽ വിമർശിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ഗവൺമെൻറ്റുകൾ ഇക്കാര്യത്തിൽ നടത്തുന്ന ഇടപെടലുകൾ ആത്മാർത്ഥതാരഹിതമാണ് എന്നതാണ്. 8ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെടുത്തി 2000 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ അല്ലെങ്കിൽ ആദിവാസി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയെങ്കിലും അവർക്കൊരു ഗുണവും കിട്ടിയില്ല. ഇടപാടുകാർ, ഇടനിലക്കാർ എല്ലാം കൊണ്ടുപോകുന്ന നിലയുണ്ടായി. അപ്പോൾ കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകൾ ഇക്കാര്യത്തിൽ ആത്മാർത്ഥമായ സമീപനം എടുത്തില്ല. മറിച്ച് അതാത് കാലങ്ങളിൽ ഉണ്ടായി വരുന്ന സമരങ്ങൾ അങ്ങേയറ്റം നാടകമാണെന്ന വിമർശനം ഉയർന്നു വരുന്നു. അതിന് ആക്കം കൂട്ടുന്നുകൂടിയുണ്ട് ഇപ്പോൾ നിങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ വിഭാഗീയത, അവിടുത്തെ സമരത്തിൽ പോലും ഉണ്ടായിട്ടുള്ള ഈ ഭിന്നത അത്തരം രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായുള്ള നാടകമാണെന്ന വിമർശനം വലിയ തോതിൽ ഉയർത്തിക്കൊണ്ട് വരുന്നില്ലേ? ഒരിക്കലുമല്ല. അട്ടപ്പാടി സംബന്ധിച്ചിടത്തോളം ആദിവാസികളുടെ ശിശുമരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ 2-3 മാസം മുമ്പ് തന്നെ അഖിലേന്ത്യാ ആദിവാസി മഹാസഭ ഇതുപോലുള്ളൊരു നിരാഹാര സമരം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് നമുക്ക് അനുവാദം കിട്ടാത്തതുകൊണ്ടാണ്. അത് മാത്രമല്ല, ബന്ധപ്പെട്ട ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അട്ടപ്പാടിയിൽ കുറെ പാക്കേജ് പദ്ധതികൾ അനുവദിക്കുകയും അത് നടപ്പിലാക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല, ഇവിടെ നവജാത ശിശുക്കളുടെ മരണസംഖ്യ കുറഞ്ഞതുകൊണ്ട് ആണ് ഞങ്ങൾ ഈ നിരാഹാര സമരം മാറ്റിവെച്ചത്. എന്നാൽ ഇപ്പോൾ വീണ്ടും അട്ടപ്പാടിയിൽ ഈ കഴിഞ്ഞ മാസങ്ങളായിട്ട് 22ഓളം കുഞ്ഞുങ്ങൾ വീണ്ടും മരണപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ മിനിഞ്ഞാന്നും ഇന്നലെ ഇന്നുമായിട്ട് ഈ നവജാത ശിശുക്കളുടെ മരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അഖിലേന്ത്യാ ആദിവാസി മഹാസഭയുടെ നേതൃത്വത്തിൽ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് നിരാഹാര സമരം നടത്താനായിട്ട് തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട MP ഇങ്ങനെ ഒരു നിരാഹാര സമരം നടത്തുന്നതിനെ സംബന്ധിച്ച് പിന്നെ LDF ആലോചിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എന്നാലും പിന്നെ ഇങ്ങനെ ഒരു നിരാഹാര സമരം നടത്തുന്നതിൽ പിന്നെ ഞങ്ങളത് രണ്ടായിട്ട് കാണുന്നില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട MP നടത്തുന്ന നിരാഹാര സമരത്തിലെ ഉന്നയിക്കുന്ന ഡിമാൻഡുകളും ഞാൻ നടത്തുന്ന നിരാഹാര സമരത്തിന് ഉന്നയിക്കുന്ന ഡിമാൻഡുകളും അതിലെ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുന്നില്ല, അത് അനീതിയാകും ഈ ഘട്ടത്തിൽ എന്നതുകൊണ്ട്. രാജേഷ്, ഇക്കാര്യത്തിൽ സർക്കാർ ചില പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പണം കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്, കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട്, ഓഫീസർമാരെ നിയമിക്കുന്നുണ്ട്. ഇതൊന്നും തൃപ്തികരമാകാതെ വരുന്നത് എന്തുകൊണ്ടാണ്? താങ്കൾ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ഈ സമരം അവസാനിപ്പിക്കണമെങ്കിൽ? ഞാൻ ഇന്ന് യോഗത്തിന് മുമ്പാകെ മന്ത്രിമാരുടെ മുമ്പാകെ വിശദമായിട്ടുള്ള നോട്ട് സമർപ്പിച്ചിരുന്നു. എന്തെല്ലാം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യണം, ഓരോ മേഖലയിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച്
വളരെ വിശദമായിട്ടുള്ള നോട്ട് കൊടുത്തിരുന്നു. അത് പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും ലഭ്യമാക്കിയിട്ടുണ്ട്. അതെല്ലാം ഇവിടെ പറയാനുള്ള സമയം ഉണ്ടായിരിക്കില്ല. എങ്കിലും ആ അക്കമിട്ട് നിരത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സർക്കാരിന്റെ പ്രതികരണവും ഓരോന്നിലുമുള്ള തീരുമാനവുമാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അതല്ലാതെ ഇത് വെറും കോടിയുടെ മാത്രം പ്രശ്നമല്ല. 2 കോടി ഇവിടെ വന്നു, മന്ത്രിമാർ വന്നു, 2 കോടി പ്രഖ്യാപിച്ചു. അതുകൊണ്ട് പ്രശ്നം തീരുന്നതല്ല. കഴിഞ്ഞ തവണ 112 കോടിയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത്. എന്നിട്ടാണ് അതിനുശേഷം 22 പേര് മരിച്ചിട്ടുള്ളത്. അപ്പൊ സർക്കാരിന് ഒന്നാമത് ഇക്കാര്യത്തിൽ ഒരു ആക്ഷൻ പോയിന്റിലേക്ക് പോവുക എന്നുള്ള പ്രശ്നം ഉദിക്കുന്നില്ല. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു വിവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടൻ പാക്കേജ് പ്രഖ്യാപിക്കുക, കോടികളുടെ കണക്ക് പറയുക എന്നല്ലാതെ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഞങ്ങള് വളരെ മൂർത്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ 4 പേജുള്ള നോട്ടിലൂടെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് സമഗ്രമായ കുടിവെള്ള പദ്ധതി നടപ്പാക്കുക എന്നുള്ളതാണ്. കുടിവെള്ള ലഭ്യതയും പോഷകാഹാരക്കുറവും ആരോഗ്യ പ്രശ്നങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ട് എന്ന് അട്ടപ്പാടിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വളരെ മലിനമായിട്ടുള്ള ജലമാണ് ഇവിടെ കുടിക്കാൻ ലഭിക്കുന്നത്. പൊതുവിൽ അട്ടപ്പാടിയുടെ കുടിവെള്ളത്തിന്റെ ഗുണമേന്മ കുറവാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതുമാണ്. അപ്പൊ അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള കുടിവെള്ള പദ്ധതി നടപ്പാക്കണം. അംഗൻവാടികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി മാറ്റണം. ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് 6 രൂപ നൽകുന്നത് 12 രൂപയാക്കുമെന്ന് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ്, നടന്നിട്ടില്ല. അത് 12 രൂപയായിട്ട് വർദ്ധിപ്പിക്കാനുള്ള നടപടി ഉണ്ടാവണം. അതുപോലെ തന്നെ ICDSന്റെ പ്രവർത്തനം വിപുലമാക്കണം. റേഷൻ കടകളുടെ സിവിൽ സപ്ലൈസ് പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തണം. സഞ്ചരിക്കുന്ന റേഷൻ കടകൾ സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിക്കണം. റാഗി, ആദിവാസികൾ ഉപയോഗിക്കുന്ന റാഗി, ചാമ, ചോളം, വിരക്, തുവര ഇങ്ങനെയുള്ള പയർവർഗ്ഗങ്ങൾ എന്നിവയൊക്കെ തനത് ഭക്ഷണം അവരുടെ അത് ഈ സഞ്ചരിക്കുന്ന റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യണം. റാഗി പൊടിച്ചു നൽകണം. ഇങ്ങനെ വളരെ വിശദമായിട്ടുള്ള സൂക്ഷ്മാംശങ്ങളിലേക്ക് പോയിട്ടുള്ള ഒരു കുറിപ്പാണ് ഇന്ന് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്ത കാലയളവിൽ തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള 25 ലക്ഷം കൊണ്ട് കുടിശ്ശികയായിട്ടുണ്ട്. അത് കൊടുക്കുക മാത്രമല്ല, ഈ രജിസ്റ്റർ ചെയ്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ എൻറോൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയാത്തവർക്ക് നഷ്ടപരിഹാരം നൽകാൻ അത് നിയമത്തിലുള്ളതാണ്. ഭക്ഷണം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ആവശ്യം. ശ്രീമതി ധന്യ, ഇക്കാര്യത്തിൽ ആദിവാസികളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം എത്രത്തോളമുണ്ട്? സർക്കാർ ഇത്ര വലിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ഭക്ഷണം, അംഗൻവാടി അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് പുറത്തെ ആശുപത്രികളിൽ പോവുക, ആശുപത്രി ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക, അതിനനുസരിച്ച് മെഡിസിൻ എടുക്കുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ ആദിവാസികൾ പൂർണ്ണമായും സഹകരിച്ചു പോകുന്നുണ്ടോ? അതോ അവരുടെ ഭാഗത്തു നിന്നുള്ള ജീവിത രീതികളിലെ വ്യത്യാസങ്ങളുള്ള ഈ വിയോജിപ്പുകളും ചേർന്നു പോകാൻ കഴിയാത്ത സാഹചര്യമൊക്കെ അവിടെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ആരോഗ്യ പ്രശ്നം ഉണ്ടായത് അവരുടെ ഈ കൃഷി നഷ്ടപ്പെട്ടതിലൂടെയാണ്. അവർ ഈ റാഗിയും തുവരയൊക്കെയാണ് അവർ ഏറ്റവും കൂടുതൽ കഴിച്ചുകൊണ്ടുണ്ടായിരുന്നത്. ഇപ്പം ശരിക്കും അവരുടെ ഈ ഈ ഫുഡിന്റെ ഈ സിസ്റ്റം മാറി, എന്താണ് അവരുടെ ഫാമിംഗ് ട്രീറ്റ്മെന്റ്സ്, ഈ ഫുഡിന്റെ സിസ്റ്റം മാറിയതോടുകൂടി അവരുടെ ആരോഗ്യം അവതാളത്തിലായി. ഒന്നാമത് അവരുടെ തൊഴിലില്ല. ഇതിന്റെ ഇടയിലാണ് ഈ അഹാർട്സിനൊക്കെ 290 കോടി രൂപയൊക്കെ കൊടുത്ത് അവർക്ക് ആദിവാസികളെ ചീറ്റ് ചെയ്തിട്ടാണ് പോയത്. അറ്റ്ലീസ്റ്റ് അവരെ ഇപ്പം കുറെ അവർക്ക് ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ കുറേശ്ശെ അവർ അതിന്നൊക്കെ ഓവർകം ചെയ്ത് വരുന്നുണ്ട്. പുതിയ സാഹചര്യങ്ങളായിട്ട് ചിലപ്പോൾ അവർക്ക് ഇതൊക്കെ പൊരുത്തപ്പെട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അവരുടെ ജീവിത രീതിയിൽ ഇപ്പോഴാണ് ഇത്രയും പോഷകാഹാരക്കുറവും സൂക്കേടൊക്കെ വരുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ ഒരു അവസ്ഥയെ ഓവർകം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ സർക്കാരിൻ്റെയും വകുപ്പുകളുടെയൊക്കെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ നടക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇവർ ഇന്ന് രണ്ട് സ്പെഷ്യൽ ഓഫീസേഴ്സിനെ നിയമിക്കുന്നു പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നു, ഇനിയൊരു ിരിക്കണമെങ്കിൽ ഒന്നുകിൽ ഇവിടെ ഋഷിരാജ് സിംഗ് സാറ് ചാർജ് എടുക്കണം, അല്ലെങ്കിൽ IG മനോജ് എബ്രഹാം സാറിനെ പോലത്തെ പൈസയിലും ഒന്നിലും വീഴാത്ത ഉദ്യോഗസ്ഥരെ അവിടെ. അത്തരം കർശനമായ നിലപാടുകൾ, ക്രിയാത്മകമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന വാദമാണ് എല്ലാവരും മുന്നോട്ട് വയ്ക്കുന്നത്. നന്ദി. ഈ ഘട്ടത്തിൽ പ്രതികരിച്ച ധന്യ, ഒപ്പം MP രാജേഷ്, ഷംസുദ്ദീൻ, ഒപ്പം ഈശ്വരി രേഷൻ എന്നിവർക്കും.